ജോഷ്ല, ഇപ്പോൾ നിലവിൽ ഈ രക്ഷാപ്രവർത്തനം ഊർജിതം എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ കർണാടക സർക്കാരിന്റെ കർണാടക ഫയർഫോഴ്സും മറ്റേതൊക്കെ ഏജൻസികൾ ഇത്തരത്തിൽ ഈ തെരച്ചിലിന്റെ ഭാഗമായി എത്തിയിട്ടുണ്ട്? അവിടെ എങ്ങനെയാണ് ആ തെരച്ചിൽ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതുവരെ അങ്ങനെ ഒരു റിപ്പോർട്ട് ഇവർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. കർണാടക സർക്കാരിന്റെ റെസ്ക്യൂ ഇപ്പോൾ ഊർജിതമായിട്ടുണ്ടോ, എന്താണ് അവസ്ഥ എന്നുള്ളത് അറിയും. റെസ്ക്യൂ വലിയ രീതിയിൽ പുരോഗമനം ഒന്നും സംഭവിച്ചിട്ടില്ല, പുരോഗതി സംഭവിച്ചിട്ടില്ല. ഇവിടെയുള്ളവർ വിളിച്ചിരുന്നോ? ഹലോ, അവിടെയുള്ള ആളുകളുടെ ഒരു കോൾ വന്നതുകൊണ്ടാണ് മിസ്സായത്. എന്തായാലും റെസ്ക്യൂ പ്രവർത്തനം ഇപ്പോൾ കൃത്യമായി നടക്കുന്നില്ല എന്നുള്ളതാണ് ബന്ധുക്കൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം സാധാരണ രീതിയിൽ അവിടെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ കേരളത്തിൽ നടക്കുന്നത് പോലെ വളരെ പെട്ടെന്ന് ജീവൻ രക്ഷിക്കാനുള്ള ഒരു പ്രവർത്തനം ആ ഭാഗത്ത് നടക്കാറില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. അവരുമായി ബന്ധപ്പെട്ട ആളുകളെല്ലാം തന്നെ ആ രീതിയിലാണ്. അവിടെയുള്ള ആളുകൾ, അതായത് ഈ സഹോദരിയുടെ ഭർത്താവ് അടക്കമുള്ള ആളുകൾ അവിടെ എത്തിയിട്ടുണ്ട്. എന്നാൽ പോലും അവർക്കൊന്നും ചെയ്യാനാവാത്ത അവസ്ഥയാണ്. മിനിസ്ട്രി തലത്തിലുള്ള ഇടപെടൽ കൊണ്ട് മാത്രമേ അവിടെ എന്തെങ്കിലും ചെയ്യാനാവൂ എന്നുള്ളതാണ് ഇവരുമായി ബന്ധപ്പെട്ട ആളുകൾ ഇവർക്ക് നൽകിയിട്ടുള്ള, ബന്ധുക്കൾക്ക് നൽകിയിട്ടുള്ള വിവരം. അതുകൊണ്ട് തന്നെ എത്രയും മണിക്കൂറുകൾ കഴിഞ്ഞാൽ, ഇന്ന് ഉച്ചയാകാറായി, ഏകദേശം 11 മണിയാവാറായി, ഏകദേശം വൈകുന്നേരത്തോടുകൂടി ഈ റെസ്ക്യൂ പ്രവർത്തനം അവർ അവസാനിപ്പിക്കും എന്നാണ് ഇതിനകത്ത് ഈ സഹോദരി തന്നെ പറഞ്ഞ കാര്യങ്ങൾ ആശങ്ക ഉണർത്തുന്നതാണ്. സഹോദരി പറഞ്ഞത് ഈ തരത്തിലാണെങ്കിൽ മണ്ണിടിച്ചിലിന്റെ രീതി മനസ്സിലാക്കിയെടുത്തോളം ഇനിയും ഒരു 10 ദിവസം കൂടി മണ്ണ് നീക്കിയാൽ മാത്രമേ ഈ ലോറി അടക്കം കണ്ടെത്താനാകൂ എന്നുള്ള തരത്തിലുള്ള ഒരു ആശങ്കയാണ് സഹോദരി പങ്കുവെക്കുകയും ചെയ്തത്. വളരെ അത്യാവശ്യമായി വേണ്ടത് ഈ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കുക എന്നുള്ളതാണ്. എത്രയും വേഗം മണ്ണ് നീക്കുക എന്നുള്ളത് തന്നെയാണ്. അതിനായി ഇടപെടൽ കർണാടക സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നൊരാക്ഷേപമാണ് അവർ ഉന്നയിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഇടപെടൽ ഏതെങ്കിലും തരത്തിൽ അവിടെ ഉണ്ടായിട്ടുണ്ടോ? അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ? തീർച്ചയായും സിജു, അല്പ നിമിഷം മുൻപെയാണ് ഞങ്ങളോട് കാര്യങ്ങൾ പങ്കുവെച്ച അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞത് CM-ഉമായി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടിരുന്നു. മുഖ്യമന്ത്രിയുടെ ആളുകൾ നേരിട്ട് അവിടേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അവർക്ക് ലഭിച്ച വിവരം എന്നുള്ളതാണ്. ഇത് ഔദ്യോഗികമായി നമ്മൾ കൺഫേം ചെയ്തിട്ടില്ല. എന്നാൽ അർജുൻ്റെ ഭാര്യ അടക്കം ഞങ്ങളോട് പങ്കുവെച്ച കാര്യം ഇതാണ്. നേരത്തെ കൗൺസിലർ അടക്കം ഞങ്ങളോട് പറഞ്ഞത് മന്ത്രിതലത്തിൽ ചർച്ച ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച വരും എന്നുള്ളത് തന്നെയാണ്. ഗണേഷ് കുമാർ അടക്കമുള്ള മന്ത്രിമാർ ഈ വിവരം അറിയിക്കുകയും അദ്ദേഹത്തെ ഈ വിവരം അറിയിക്കുകയും അദ്ദേഹം ഇതിൽ കൃത്യമായി ഇടപെടൽ നടത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് കാര്യക്ഷമമായ ഒരു പ്രവർത്തനം തന്നെ നടക്കും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമുക്കൊന്ന് ഇവരോട് ചോദിക്കാം. മിനിസ്ട്രി തലത്തിൽ എന്തെങ്കിലും ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ, അറിയോ? എനിക്കറിയില്ല, ഞാനിപ്പോൾ അപ്ഡേഷൻ ഞാൻ അറിഞ്ഞില്ല. അവർ പറയുന്നത് അങ്ങനെ തന്നെയാണ്, ഇന്നലത്തെ പോലെ തന്നെയാണെന്നാണ് പറയുന്നത്. അറിയിച്ചിട്ടുണ്ട്, സാറൊക്കെ പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞു ഇടപെടും പ്രതീക്ഷിക്കുന്നു. ഇതാണ് അർജുൻ്റെ ഭാര്യയ്ക്കും പങ്കുവെക്കാനുള്ളത്. മിനിസ്ട്രി തലത്തിൽ ഇടപെടൽ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ ഇപ്പോഴുമുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കാര്യക്ഷമമായ ഇടപെടൽ ഇനിയെങ്കിലും ഉണ്ടാകും എന്നുള്ളത്. അർജുൻ്റെ ജീവൻ രക്ഷിക്കാൻ ഇത് മാത്രമേ ഇനി മാർഗമുള്ളൂ. അവിടെ നടക്കുന്ന റെസ്ക്യൂ പ്രവർത്തനത്തിൽ ഇവർക്ക് ഒട്ടും വിശ്വാസമില്ല എന്നുള്ളതാണ്. കാരണം വെളിച്ചമില്ല എന്നുള്ള കാരണം പറഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം രക്ഷാപ്രവർത്തനങ്ങൾ അവർ നിർത്തിവെക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും വീട്ടുകാർ വിശ്വസിക്കുന്നത്. ഈ ദിവസങ്ങളിലെല്ലാം തന്നെ 16-ാം തീയതിക്ക് ശേഷമുള്ള ഈ ദിവസങ്ങളിലെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന റെസ്ക്യൂ പ്രവർത്തനമാണെങ്കിൽ, രക്ഷാപ്രവർത്തനമാണെങ്കിൽ അത് ഒരു തരത്തിലും വിജയം കാണില്ല. അവിടെയുള്ളവർ തന്നെ ഇവരോട് പറയുന്നത് ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഒരു 10 ദിവസമെങ്കിലും രക്ഷാപ്രവർത്തനം നീണ്ടു നിൽക്കും എന്നുള്ളതാണ്. കാരണം അവിടെ ഗതാഗതം പുനഃസ്ഥാപിക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് അവർ മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ മണ്ണിനടിയിൽപ്പെട്ടവരെ രക്ഷിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയല്ല അവിടെ രക്ഷാപ്രവർത്തനം നടക്കുന്നത് എന്നുള്ളതാണ് അവിടെയുള്ളവർ ഇവർക്ക് കൈമാറിയിരിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ വളരെ ആശങ്കയിലാണ് വീട്ടുകാർ. എത്രയും പെട്ടെന്ന് മന്ത്രിതലത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകണം. കർണാടക മന്ത്രിമാരുമായി ചർച്ച നടത്തണം. കർണാടക മന്ത്രിമാർ ഇടപെട്ടാൽ മാത്രമേ ഇതിൽ എന്തെങ്കിലും ഒരു രക്ഷ സാധ്യമാവുള്ളൂ എന്ന് വീട്ടുകാർ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അതിൽ സംസ്ഥാന തലത്തിൽ ഉള്ള ഇടപെടൽ ഉണ്ടാകണം എന്നുള്ളതാണ്. ഇത്തരത്തിൽ മന്ത്രിസഭയിലടക്കം ചർച്ച നടക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് ഇവിടെയുള്ള കൗൺസിലർമാരടക്കം ഇവരോട് പറഞ്ഞു
പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ആ രീതിയിൽ ഗണേഷ് കുമാർ അടക്കമുള്ള ആളുകളെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ആ രീതിയിലുള്ള ഒരു മുന്നോട്ട് പോക്ക് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് വീട്ടുകാരും വിശ്വസിക്കുന്നത്. ജോഷില, ഇപ്പോൾ ഈ അർജുന്റെ വീട് കോഴിക്കോട് ഏത് ഭാഗത്താണ്? ജോഷില ആ വീട്ടിൽ തന്നെയല്ലേ നിൽക്കുന്നത്? തീർച്ചയായും ഞാൻ ആ വീട്ടിലാണ്, കണ്ണാടി പോയിൽ ഭാഗത്ത് ഉള്ള വീട്ടിലാണുള്ളത്. ഇവിടെ എല്ലാവരും ഉണ്ട്, എല്ലാവരും ആശങ്കയിലാണ്. ഒന്ന് അർജുൻ്റെ പിതാവ് ഇവിടെയുണ്ട്, പക്ഷേ പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറല്ല. ഒരു വലിയ ഒരു സംഘർഷാവസ്ഥയിലാണ്, മാനസികാവസ്ഥയിലാണ് അദ്ദേഹം ഉള്ളത്. അദ്ദേഹത്തോട് നമ്മൾ സംസാരിക്കുന്നത് പോലും ഇപ്പോൾ ശരിയല്ല എന്നുള്ളതുകൊണ്ടാണ് സമയോചിതമായി ഉള്ള ഒരു ശരി ജോഷില, ഒരു വീടിന്റെ അവസ്ഥ സാഹചര്യം മനസ്സിലാകുന്നുണ്ട്. മാധ്യമങ്ങൾ വളരെ ഔചിത്യത്തോടെ പെരുമാറേണ്ട സമയം കൂടിയാണിത്.